തായിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പം മുട്ടക്കറീൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പത്തിലേക്കുള്ള അരി എടുത്തത് ഇത് 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. 2.5 ഗ്ലാസ് അരി 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലോണം കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഇതിൽ പകുതി അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഫസ്റ്റത്തെ ട്രിപ്പ് അരി ഞാൻ അരച്ച് വരട്ടെ. അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലോണം നൈസാക്കി അരച്ചിട്ടുണ്ട്. ഇത്ര ലൂസ് വേണം കേട്ടോ. ബാലൻസ് വന്ന് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ചോറാട്ടോ. അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മളെ പാലപ്പത്തിൻ്റെ പൊടിയാട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അജ്മീൻ്റെ പാലപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അത് 1 സ്പൂണാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇത് നല്ലോണം പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈസ്റ്റ് അപ്പക്കാരൊന്നും ഇടലില്ല. ഇത് 1 സ്പൂണാണ് കേട്ടോ ഇതിലേക്ക് ഇടൽ. പിന്നെ ഇതിന് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇത് അരച്ച് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഇതാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിനൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അത് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കണത്. ഇത് ഞാനിപ്പോൾ അരച്ചത് രാത്രിയാണ് കേട്ടോ അരച്ചത്. രാവിലെയാണ് നമ്മൾ എടുത്തു നോക്കുകയുള്ളൂ. അപ്പോൾ റൈസ് കുക്കർ എടുക്കാം. എന്നിട്ട് ഇതിനെ ഈ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിന് നല്ലോണം അടച്ചു കൊടുക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് പൊന്തി വരും. അപ്പോൾ നമുക്കിനി രാവിലെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചില്ല, അത് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാട്ടോ, അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതാട്ടോ നല്ലോണം പൊന്തി നല്ലോണം ആയി വന്നിട്ടുണ്ട്. അതിനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി 1, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായിട്ടെടുത്ത് ഇതെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എടുത്ത പൊടികൾ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല കേട്ടോ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം കേട്ടോ. അതിനൊരു പാത്രത്തിൽ മുട്ട വെച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. അടച്ചു കൊടുത്ത് ഒരു വിസിൽ വരട്ടെ. നമുക്ക് ഇതൊന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അപ്പം ചൂടാനുള്ള ചട്ടി ഇവിടെ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ച കൂട്ടും കൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. വെള്ളപ്പം ഉണ്ടാക്കണമെങ്കിൽ ആ മാവിന് കുറച്ചും കൂടെ ഒരു ലൂസ് വേണം. കുറച്ചുകൂടെ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ വെള്ളപ്പത്തിനും ഇതുപോലെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ബാക്കിയുള്ള അപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ മുട്ടയൊക്കെ വെന്തുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയൊന്ന് തൊലിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. മുട്ടേനെ തൊലിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുട്ടയ്ക്ക് ഞാനിങ്ങനെ വരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നല്ലോണം കറി, ഇത് കുറച്ച് ടൈറ്റുള്ള കറി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ തണുപ്പായതിനെ കൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കിടക്കുക കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കറീനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അപ്പം മുട്ടക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.